നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ബുക്സ് ആൻഡ് ഓതേഴ്സ് ബൈ ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ പഠിക്കും. അതിൽ തന്നെ ബുക്സ് ബൈ കിങ്സ് പഠിക്കും. കാര്യം കുറെ ബുക്കുകൾ കുറെ രാജാക്കന്മാർ എഴുതിയിട്ടുണ്ട്. സോ നിങ്ങൾ ഇപ്പൊ എവിടെ നോക്കിയാൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബുക്സ്, ഓതേഴ്സ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് കിട്ടും. ഏകദേശം ഒരു 100 120 ബുക്സ് ഉള്ള ലിസ്റ്റ് കിട്ടും. ഇത് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, നടക്കൂല. ഇപ്പൊ കാളിദാസന്റെ 10 ബുക്ക്, വേഗം നമ്മുടെ ഭാഷയുടെ ഒരു ബുക്ക്, ഭരാവിയുടെ ഒരു ബുക്ക്, ഭൈരവട്ടന്റെ ബുക്ക്, പതഞ്ജലിയുടെ ബുക്ക്, അങ്ങനെ കുറെ ബുക്കുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. വല്ല ഗുണമുണ്ടോ? അങ്ങനെ പ്രത്യേകമായിട്ട് ഇങ്ങനെ കിടക്കാൻ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ അവിടെ എന്ത് ചെയ്യും? നമ്മൾ രാജാക്കന്മാർ എഴുതിയിട്ടുള്ള ബുക്കുകൾ പ്രത്യേകം പഠിക്കും. അതുപോലെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകൾ പഠിക്കും. ഭക്തി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ബുക്ക്, കൃഷ്ണനെ ആരാധിച്ചുകൊണ്ട്, ശിവനെ ആരാധിച്ചുകൊണ്ട്, മീരാഭായിനെ പോലെ, തുളസിദാസിനെ പോലെ, രാംദാസിനെ പോലെ അങ്ങനെയുള്ള ആൾക്കാരുടെ ബുക്ക്. ഓക്കെ, നമ്മൾ അത് പ്രത്യേകം നോക്കും. മുഗൾസ് എഴുതിയിട്ടുള്ള ബുക്ക് അല്ലെങ്കിൽ മുഗൾസിന്റെ സമയത്തുള്ള ബുക്ക്, ബാബർനാമ, അക്ബർനാമ, ജഹാംഗീർനാമ, പാഷാനാമ, അങ്ങനെ ഒരുപാട് ബുക്കുകളുണ്ട്. അത് അവിടെ പഠിക്കുന്നുണ്ടാവും. മിഡീവൽ ഇന്ത്യയിലെ കുറച്ച് ബുക്കുകളുണ്ട്, വളരെ കുറച്ചുള്ളൂ. മിഡീവൽ ഇന്ത്യയിലെ ബുക്ക് സംഘം ലിറ്ററേച്ചറിൽ തോൽക്കപ്പിയം, ഇളങ്കോവാടികളുടെ ശിലപ്പതികാരം, കണ്ണകീന്റെയും കോവലന്റെയും കഥയിലല്ലേ, അത് പഠിക്കുന്നുണ്ടാവും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫീസ് പഠിക്കുന്നുണ്ടാവും. ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ബുക്ക് പഠിക്കുന്നുണ്ടാവും. ഗാന്ധിയുടെ ബുക്ക്, നെഹ്റുവിന്റെ ബുക്ക്, സുഭാഷ് ചന്ദ്രബോസിന്റെ ബുക്ക്, ഓക്കെ, അംബേദ്കറിന്റെ ബുക്കുകൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫേമസ് പേഴ്സണാലിറ്റീസ്. ഇതെല്ലാം കഴിഞ്ഞാലും സൽമാൻ റുഷ്ദിനെ പോലെ, അല്ലെങ്കിൽ APJ അബ്ദുൽ കലാമിനെ പോലെ, അരുന്ധതി റോയിനെ പോലെ, നമ്മുടെ ശശി തരൂരിനെ പോലെ, ഇങ്ങനെ കുറെ ആൾക്കാരുടെ ബുക്കുകൾ സ്ഥിരം ചോദിക്കുന്നുണ്ടല്ലോ, അതും കൂടെ കവർ ചെയ്യും. അവസാനം ഈ കൊല്ലം ചോദിക്കാൻ സാധ്യതയുള്ള 24-25 ചോദിക്കാൻ സാധ്യതയുള്ള മേജർ ബുക്കുകൾ കവർ ചെയ്തിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നുണ്ടോ. സോ കോംപ്രഹെൻസീവ് ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ ലിസ്റ്റ് പഠിക്കുന്നതിൽ നല്ലതല്ലേ ഓരോന്ന് പഠിച്ചു വയ്ക്കാൻ. എന്റെ എക്സാമ്പിൾ ഉൾപ്പെടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു രാജാവിന്റെ ബുക്ക് നമുക്ക് എക്സാമ്പിൾ എടുക്കാം. അപ്പൊ എങ്ങനെയാണ് പഠിക്കാൻ, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്കറിയാം, ഹർഷ എന്ന് പറഞ്ഞ രാജാവുണ്ട്. സോ ഹർഷചരിത എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്. ഇനി നിങ്ങൾ പറ, ഹർഷചരിത എഴുതിയതിനകത്ത് ആരാണ്? ഹർഷചരിത എഴുതിയത് കാളിദാസനാണോ, അതോ ഭരവിയാണോ, കൽഹനയാണോ, ഭാനുഭട്ടയാണോ? ഇതിൽ ആരാണ് ഹർഷചരിത എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലിസ്റ്റ് കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഐക്യവും അത്ര ഓർമ്മശേഷിയുള്ളവരാണെങ്കിൽ കണ്ടുപിടിക്കാം. ഇനി ഞാനൊരു പോംവഴി പറഞ്ഞുതരാം. എന്താ? ഹർഷ എന്ന് പറയുന്ന രാജാവ്, ആ രാജാവിന്റെ കോർട്ട് പോയിട്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ രാജാവിന്റെ ദർബാറിലുള്ള കലാകാരന്മാരുടെ ഒരു എണ്ണം ഉണ്ടാവും. ഓക്കെ, ഇപ്പോ കൃഷ്ണദേവരായരുടെ സദസ്സിൽ തെന്നലരാമൻ ഉണ്ടായിരുന്ന പോലെ, അക്ബറിന്റെ സദസ്സിൽ ബീർബൽ ഉണ്ടായിരുന്ന പോലെ, പിന്നെ വിക്രമാദിത്യന്റെ സദസ്സിൽ ആരെല്ലാം ഉണ്ടായി, അവിടെയും ഒരുപാട് കാളിദാസനെ പോലെയുള്ളവരെല്ലാം വിക്രമാദിത്യന്റെ സദസ്സിലാണ്. സോ ഹർഷചരിതന്റെ സമയത്ത് ആരെന്ന് മാത്രം പഠിച്ചാൽ മതി, അയാളായിരിക്കും ഹർഷചരിത എഴുതുക. സോ കാളിദാസൻ വിക്രമാദിത്യന്റെ സമയത്തുള്ള ആളാണ്, അപ്പൊ തന്നെ അത് പോയി. പിന്നെ നമ്മൾ പഠിച്ചത് ഹർഷന്റെ സമയത്താണ് ഭാനുഭട്ട. സോ സ്വാഭാവികമായിട്ടും ഹർഷചരിതയായിരിക്കും, ഭാനുഭട്ട ആയിരിക്കും. സോ നമുക്ക് ഈ ബുക്സ് ബൈ കിങ്സും അതുപോലെ ബുക്സ് റിലേറ്റഡ് ടു കിങ്സും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ ഒരു രാജാവിന്റെ സമയത്ത് ആരാണ് ഉണ്ടായത്, കണ്ടംപററി ആയിട്ട് അയാളുടെ പോയറ്റ് ആരാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമല്ലേ? അപ്പൊ അക്ബറിന്റെ സമയത്ത് അക്ബർ സദസ്സിലുള്ള ആളാണ് അബു ഫസൽ. സോ അക്ബർനാമ എഴുതുന്ന ആരായിരിക്കും? അബു ഫസൽ ആയിരിക്കും. വേറെ ആർക്ക് എഴുതാൻ പറ്റും? കാര്യം അയാളുടെ ചരിത്രം അറിയാവുന്ന ആളല്ലേ അയാളുടെ കോർട്ട് പോയിട്ട്, അയാൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അയാളുടെ ദർബാറിലെ അയാളുടെ സദസ്സിലുള്ള ആൾക്ക് എഴുതാൻ പറ്റും. സോ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഭയങ്കര എളുപ്പം നിങ്ങൾക്ക് പഠിക്കാൻ.